വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ രംഗോലി മാറ്റ് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ആദ്യം തന്നെ ഫെദർ ടൈപ്പ് നൂല് മേടിക്കാൻ കിട്ടും. നമ്മൾ എങ്ങനത്തെ ഡിസൈനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അതിന് എന്തൊക്കെ കളർ വേണം നോക്കിയിട്ട് അത്രയും കളറുകൾ നമുക്ക് ഫെദർ ടൈപ്പ് നൂല് മേടിക്കണം. പിന്നെ വേണ്ടത് ക്യാൻവാസ് ആണ്. ക്യാൻവാസ് രണ്ട് ടൈപ്പ് ഉണ്ട്, പേപ്പർ ക്യാൻവാസും കോളർ ക്യാൻവാസും. അപ്പോൾ നമുക്കിതിൽ കട്ടിയുള്ള ടൈപ്പ് കോളർ ക്യാൻവാസ് ആണ് യൂസ് ചെയ്യുന്നത്. പേപ്പർ ക്യാൻവാസിന് ഒട്ടും കനം ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് കോളർ ക്യാൻവാസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യണത്. പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യണത് പശയ്ക്ക് പകരം. കാരണം ഗ്ലൂ ഗണ്ണാകുമ്പോൾ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. അത് ഒട്ടിപ്പിടിക്കാൻ അതിന് മാത്രം താമസമൊന്നും വരും. നമ്മൾ സാധാരണ പശയാകുമ്പോൾ അത് ഒട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ഉണ്ടാവും, പക്ഷേ ഗ്ലൂ ഗണ്ണാകുമ്പോൾ അത് അപ്പം തന്നെ ഒട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യണത്. ആദ്യമായിട്ട് ചെയ്യണ കാരണം തന്നെ ഞാൻ മേടിച്ച ഫെദർ ടൈപ്പ് നൂല് എത്രത്തോളം ചെയ്യാണ്ടാവുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ ചെറിയൊരു സർക്കിളിലൊരു ഡിസൈൻ വരച്ചിട്ട് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ബാലൻസ് ഉണ്ടെങ്കിൽ പിന്നെ പുറത്തോട്ട് പിന്നെയും ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്യാൻവാസ് കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തു, പക്ഷേ ഡിസൈൻ ആദ്യം ചെറുതുള്ളിൽ വരയ്ക്കുകയാണ് ചെയ്തത്. ശരിക്കിത് എല്ലാം ചെയ്ത് ഫൈനൽ റിസൾട്ട് ആയപ്പോൾ എനിക്ക് ടോട്ടൽ 57 സെൻറ്റിമീറ്റർ ആണ് ഇതിന് ടോട്ടൽ ലെങ്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ ക്യാൻവാസിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എങ്ങനത്തെ ചിത്രമാണ് വേണ്ടത് അത് വരച്ചെടുക്കണം. നമുക്ക് ഫെദർ ടൈപ്പ് നൂല് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. രംഗോലി മാറ്റ് എന്ന് പറയുന്നത് വീട്ടിൽ ഭംഗിക്കൊക്കെ ഇടാൻ പറ്റിയൊരു സാധനമാണ്. നമ്മൾ നോർമലി കാലൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് അത്ര പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും ഭംഗിയുള്ള സാധനത്തിന് വല്ല ചവിട്ടാൻ തന്നെ തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം നമ്മുടെ നാട്ടിലെ പൂക്കളത്തിൻ്റെ ഒക്കെ ഒരു ഷേപ്പും സംഭവമൊക്കെയാണ് വരിക. ഇതിലിപ്പോൾ ഞാൻ ഏറ്റവും ഔട്ട് സൈഡിൽ വരച്ചിട്ടുള്ള സർക്കിള് സെൻറ്ററിൽ നിന്ന് 15 സെൻറ്റിമീറ്ററും പിന്നെ അതിന് തൊട്ടുള്ളിലായിട്ട് വരച്ചിട്ടുള്ളത് സെൻറ്ററിൽ നിന്ന് 11 സെൻറ്റിമീറ്ററാണ് ഉള്ളത്. പിന്നെ ഏറ്റവും ഉള്ളിലായിട്ട് വരച്ചിട്ടുള്ളത് സെൻറ്ററിൽ നിന്ന് 3 സെൻറ്റിമീറ്ററും. പിന്നെ ഇതൊന്നും കൂടാതെ സെൻറ്ററിൽ നിന്ന് 18 സെൻറ്റിമീറ്ററിൽ പിന്നെ ഒരു സർക്കിൾ ഞാൻ വരയ്ക്കുന്നുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട്. ഇത്രയും വലിയ സർക്കിളുകളൊക്കെ വരച്ചത് നോർമൽ കോമ്പസ് വെച്ചിട്ട് തന്നെയാണ്. നോർമൽ കോമ്പസിൽ പെൻസിൽ കുറച്ച് കയറ്റി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും സർക്കിളുകളൊക്കെ വരച്ചിട്ടുള്ളത്.
അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഡിസൈനൊക്കെ വരച്ച് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഗ്ലൂ ഗണ്ണും സെറ്റ് ചെയ്യണം. ആദ്യമായിട്ടാണ് ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇനിയുള്ള ഭാഗം ആദ്യമായിട്ട് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുക എന്നുള്ളത് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് ഗ്ലൂ ഗണ്ണ് ഇങ്ങനെയാണ് സംഭവം ഉണ്ടാവുക. ഞാൻ മേടിച്ചിട്ടുള്ളത് ആ കടയിലുള്ളത് ഏറ്റവും ലോക്കൽ ക്വാളിറ്റിയാണ്. ക്വാളിറ്റി കൂടിയതും ഒക്കെ ഉണ്ട്. ഇനി അവിടെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ക്വാളിറ്റി മതിയാവും എന്നാണ് പറഞ്ഞത്. ഞാൻ 215 രൂപയാണ് ഈ ഒരു ഗ്ലൂ ഗണ്ണിനായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഗ്ലൂവിൻ്റെ ട്യൂബും മേടിക്കണം നമ്മൾ ഇതിലിടാനുള്ളത്.